ചിന്തിച്ചത് നമ്മുടെ ആത്മസ്വഭാവത്തെക്കുറിച്ചാണ്. ഹല്ലേലൂയ. ആമേൻ. നമ്മിലുള്ള രണ്ട് തലങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഒന്നാമത്തത് നമ്മിലുള്ള സ്പിരിറ്റ് മാൻ, ദൈവം കൺസിഡർ ചെയ്യുന്ന അഥവാ നമ്മുടെ വ്യക്തിത്വമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്ന നമ്മുടെ പേഴ്സോണ, നമ്മുടെ വ്യക്തിത്വമെന്ന് ദൈവത്തിൻ്റെ തിരുവചനം പറയുന്ന നമ്മുടെ ആത്മമനുഷ്യനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അതോടൊപ്പം തന്നെ നമ്മുടെ അകത്തുള്ള ബലഹീനനായ ഒരു ജഡമനുഷ്യനെ കുറിച്ച് ചിന്തിച്ചു. ആ ജഡത്തിൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്ന പരിശുദ്ധാത്മാവ്, അതുപോലെ നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന നല്ല മഹാപുരോഹിതൻ. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ തിരുവചനത്തിലൂടെ ചിന്തിപ്പാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. തുടർന്ന് വീണ്ടും സ്തോത്രം, നമ്മൾ ആ കർത്താവിലുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിൽ നാം സ്വതന്ത്രരായതിനെ കുറിച്ചും ആത്മമനുഷ്യനെ കുറിച്ച് ചിന്തിച്ചതിന് ശേഷമായിട്ട് വീണ്ടും സ്തോത്രം നമ്മൾ അടുത്ത ഭാഗത്തേക്ക്, പുതിയ നിയമത്തിൽ നമ്മളെ ഓർപ്പിക്കുന്ന നമ്മുടെ ഐഡന്റിറ്റി ക്രിസ്തുവിൽ എന്താണ്, അതിൽ ഉള്ള നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന പദവി, അതുപോലെ നമ്മുടെ സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ വേണ്ടി ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അപ്പം പ്രാർത്ഥനാപൂർവ്വം ദൈവാലയങ്ങളിൽ നമുക്ക് ഒന്നിച്ചായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. ഈ മിക്കവാറും മറ്റ് ഇതര സമുദായങ്ങളെക്കാൾ നമ്മൾ പലപ്പോഴും അഭിമാനിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം, വിശ്വാസികളെന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം അഭിമാനിക്കുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവരാണ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നാൽ ദൈവത്തിൻ്റെ തിരുവചനത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് കൊണ്ടൊരു വിശ്വാസിക്കുള്ള പ്രിവിലേജസ് എന്തെല്ലാമാണ് എന്നുള്ള ആ കാര്യത്തിൽ പലപ്പോഴും നമ്മൾ അജ്ഞരാണ്. നമുക്കതിനെക്കുറിച്ച് വലിയ തിരിച്ചറിവുകളൊന്നും തന്നെ ഇല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് നമുക്ക് അത് വർത്താകുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ അത് ഒരു നന്മയാകുന്നില്ല. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഏതു നിലകളിലാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നത്? ഈ നമ്മിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് എന്തെല്ലാം സാധിക്കും? ഇനിയും പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ട് നമുക്കൊരു ക്രിസ്തുവിൽ ജയജീവിതം സാധ്യമാണോ എന്നുള്ളതൊക്കെ നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 28 കർത്താവ് പറയുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അപ്പം ആ അധികാരം എന്നുള്ള പദത്തിന് എക്സൂസിയ എന്നാണ് അർത്ഥം. അൺലിമിറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരിക്കലും അളക്കുവാൻ കഴിയാത്ത ഒരു അധികാരത്തെ കുറിച്ചാണ് ഓർപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ആ അതേ അധികാരമാണ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് നൽകിയത്. പ്രൈസ് ഗോഡ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, യേശു കർത്താവ് താൻ പ്രാപിച്ച അധികാരത്തെ, ക്രൂശിൽ താൻ പ്രാപിച്ച അധികാരത്തെ, സ്തോത്രം, അത് പെന്തക്കോസ് മാളികയിൽ തൻ്റെ ശിഷ്യന്മാരുടെ മേൽ കൈമാറുകയായിരുന്നു ചെയ്തത്. ആമേൻ. അപ്പോൾ ഒന്നുകൂടി പറഞ്ഞാൽ യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരവും അതുപോലെ യേശുവിൻ്റെ നാമത്തിലുള്ള അധികാരം ഉപയോഗിക്കാനുള്ള ശക്തി അത് പരിശുദ്ധാത്മാവിനാൽ പകരപ്പെടുവാനിടയായിത്തീർന്നു. അപ്പൊ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം, ആ നാമത്തിന് അധികാരമുണ്ട്. ആ അധികാരം പ്രയോജനപ്പെടുത്തുവാനുള്ള ശക്തി അത് പരിശുദ്ധാത്മാവിനാലാണ് പകരപ്പെട്ടത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവിന്റെ നാമത്തിലുള്ള അധികാരം കർത്താവ് നൽകി. ആ അധികാരത്തെ ഉപയോഗിക്കാനുള്ള ശക്തിയും കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നൽകുവാനിടയായി തീർന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇനിയും പരിശുദ്ധാത്മാവ് ഒരാളുടെ മേൽ വന്നപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ അടക്ക ഉയർപ്പിനാൽ പ്രാപിച്ച സകല വിധത്തിലുള്ള ബെനിഫിറ്റ്സും അത് ഒരു പാക്കേജായി ഒരു വിശ്വാസിയുടെ മേൽ കർത്താവ് ദാനമായി നൽകുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ മാത്രമല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ വരുമ്പോൾ സ്തോത്രം, ആ വ്യക്തിയുടെ അനുഭവം, ദൈവത്തിന്റെ തിരുവചനം റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ആദാമ്യ പാപം സംബന്ധിച്ച് ആ വ്യക്തി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ, അഥവാ ക്രിസ്തുവിലാകുമ്പോൾ, ആദാമ്യ പാപം സംബന്ധിച്ച് ആ വ്യക്തി എന്നേക്കുമായി മരിച്ചു. മറിച്ച് അവൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു എന്ന് പറഞ്ഞാൽ ആദാമിൽ ജീവിച്ചു വന്നൊരു അനുഭവമുണ്ട്. പ്രൈസ് ഗോഡ്. ആദാമിൽ ജീവിച്ചു വന്ന എല്ലാവരും ദൈവത്തിന് മരിച്ചവരായിരുന്നു.
പ്രൈസ് ഗോഡ്. എന്നാൽ ആദാമിൽ ആയിരുന്ന അനുഭവം എന്നേക്കുമായി മരണപ്പെട്ടിട്ട് ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നു, ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്നു. ആമേൻ. അപ്പം ക്രിസ്തുവിൽ ദൈവത്തിന് ജീവിക്കുന്ന ഒരു ആത്മീക അനുഭവത്തിലേക്ക് നാം വന്നു. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഇത് പരിശുദ്ധാത്മാവിനാലാണ് നമ്മുടെ മേൽ വെളിപ്പെട്ടത്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഇനി നിങ്ങൾ ഈ റോമാലേഖനം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. റോമാലേഖനത്തിൽ അതിൻ്റെ 8:26 പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. റോമാലേഖനം 8:26. അപ്പോൾ നമ്മളിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വെളിപ്പെട്ടപ്പോൾ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്തെല്ലാമാണെന്നുള്ളത് ഒരിക്കൽ കൂടി തിരിച്ചറിയുവാൻ ആഗ്രഹിക്കുന്നു. ദയവായി നിങ്ങൾ ഈ തിരുവചന ഭാഗങ്ങൾ കേൾക്കുമ്പോൾ ഇത് കേട്ട് ഇതിന് ആമേൻ പറഞ്ഞു പോകരുത്. ഇതൊരു പ്രസംഗമല്ല, മറിച്ച് ഇതൊരു തിരിച്ചറിവുകളാണ്. അപ്പോൾ ഈ തിരിച്ചറിവിനെ നിങ്ങൾ ഔവണ്ണം പ്രാപിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നിങ്ങൾക്ക് അതിനിടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. പ്രൈസ് ഗോഡ്. ഇവിടെ റോമർ 8:26 ഔവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. സ്തോത്രം. ആമേൻ. അപ്പോൾ എൻ്റെ ബലഹീനതയ്ക്ക് പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു എന്നുള്ളത് നാം പലപ്പോഴും മറന്നു പോകുന്ന കാര്യമാണ്. നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്ന ആത്മാവ് അത് പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മാത്രമല്ല. പ്രൈസ് ഗോഡ്. എൻ്റെ ബുദ്ധിക്കോ എൻ്റെ വാക്കുകൾക്കൊണ്ടോ എനിക്ക് കഴിയാതിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവ് എൻ്റെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നുണ്ട്. എൻ്റെ മേൽ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവ് തുണ നിൽക്കുന്നു. അതിൽ പ്രാർത്ഥനയിൽ ഉച്ചരിച്ചുകൂടാത്ത വാക്കുകളാൽ വിശുദ്ധന്മാർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവാത്മാവിനെയാണ് 8-ാം അധ്യായത്തിൽ നമ്മൾ ഈ 27-ാം വാക്യത്തിൽ കാണുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ സകല ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. ആമേൻ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ, നാം ഏതെങ്കിലും കാര്യത്തിൽ ബലഹീനരാണെങ്കിൽ നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നാം ക്രിസ്തുവിൽ ശക്തരാണ്. ഒന്നുകൂടി പറഞ്ഞാൽ നാം നമ്മുടെ ദേഹി തലങ്ങളിൽ പലപ്പോഴും ബലഹീനരായിരിക്കുമ്പോഴും മറുവശത്ത് നാം മറന്നു പോകരുത്, നമ്മൾ ക്രിസ്തുവിൽ ശക്തരാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ എൻ്റെ ആത്മമനുഷ്യൻ ഫുള്ളി സ്തോത്രം എന്താ മുഴുവനായി എൻ്റെ ആത്മമനുഷ്യൻ ശക്തനാണ്. ഈ കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ എൻ്റെ ശക്തിയുള്ള മൈറ്റുള്ള ഒരു ആത്മമനുഷ്യനും ബലഹീനമായ ഒരു ജഡത്തിന്റെ മേഖലയും ഒന്നിച്ച് നിവസിക്കുന്ന ഒന്നാണ് നമ്മിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ എന്നാൽ നമ്മെ സഹായിപ്പാൻ പരിശുദ്ധാത്മാവ് ഒരുക്കമാണ്. നമ്മുടെ ബലഹീനതകൾക്ക് ദൈവാത്മാവ് തുണ നിൽക്കുന്നു. നമുക്ക് മാനുഷികമായി കഴിയാത്ത ഏതു കാര്യവും, നമുക്ക് മാനുഷികമായി കഴിയാത്ത ഏത് വിഷയങ്ങളും നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്തിന് അപേക്ഷിപ്പാൻ കഴിയത്തക്കവണ്ണം നമ്മുടെ സഹായകനാണ്, നമ്മുടെ ബലഹീനതകൾക്ക് സഹായം നൽകുന്നവനാണ് പാറക്കരീത്ത, അഥവാ നമ്മുടെ സഹായകൻ, ആശ്വാസപ്രദൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവിനെ പാറക്കലീത്ത അഥവാ കംഫർട്ടർ എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, സ്തോത്രം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസമില്ലാത്ത ഏത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം തേടാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ കേവലം പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ കൃപാവരങ്ങൾ ഉപയോഗിക്കുന്നതിന് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സ്തോത്രം പരിശുദ്ധാത്മാവുമായി ഒന്നിച്ച് നടക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പലപ്പോഴും ഈ ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ ഞാനും പരിശുദ്ധാത്മാവും കൂടെ സഹകരിച്ച് എൻ്റെ ക്രിസ്ത്യ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. പ്രൈസ് ഗോഡ്. കാരണം ഞാൻ ബലഹീനനാണ്, പക്ഷെ പരിശുദ്ധാത്മാവ് ഏറ്റവും മൈറ്റാണ്, ഏറ്റവും ബലമുള്ളതാണ്. അപ്പൊ ബലമുള്ള ഒരുവൻ എന്നെ നടത്തുന്നു, എൻ്റെ ബലഹീനതകളിൽ എന്നെ നടത്തുന്നു. ആ നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായിട്ട് കൈകൊടുക്കുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ഹല്ലേലൂയ. അപ്പോൾ ക്രിസ്ത്യ ജീവിതത്തിൽ ഇതുവരെ പാളിച്ചകൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, വീണ്ടും വീണ്ടും വീണു, എഴുന്നേൽക്കാൻ ശ്രമിച്ചു, കഴിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും പറയുന്നെങ്കിൽ ഇന്ന് നിങ്ങൾ ആയിരിക്കുന്ന ഇടത്ത് നിങ്ങൾക്ക് കർത്താവിനോട് പറയാവുന്നതാണ്, അല്ലെ പരിശുദ്ധാത്മാവിനോട് പറയാവുന്നതാണ്. പ്രിയ പരിശുദ്ധാത്മാവേ, അങ്ങ് എൻ്റെ സഹായകനാണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ ഇന്ന ബലഹീനതകൾ ആ മേഖലകളെ എനിക്ക് ജയിപ്പാൻ കഴിയുന്നില്ല, എന്നാൽ എൻ്റെ അകത്ത് ഒരു ആത്മമനുഷ്യനുണ്ട്, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് ഞാൻ തിരിച്ചറിയുകയും ചെയ്യുന്നു. ആകയാൽ ഈ ബലഹീനതകളിൽ എന്നെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ തീർച്ചയായും മറുപടിയുണ്ട്. Praise God.
ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പ്രാർത്ഥനകൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു കാര്യം, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് പൂർണ്ണമായി കീഴടങ്ങുവാനുള്ള ഒരു സമർപ്പണം നമ്മിൽ നിന്ന് വാക്കുകളാൽ വെളിപ്പെടാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കാരണം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, പരിശുദ്ധാത്മാവ് വളരെ സ്തോത്രം നമ്മിൽ നിന്നൊന്നും പിടിച്ചു വാങ്ങുന്ന ഒരാളല്ല. നാം കൊടുക്കാത്തതൊന്നും, അല്ലെങ്കിൽ നാം മനഃപൂർവ്വമായി ഏൽപ്പിച്ചു കൊടുക്കാത്ത ഒന്നിനെയും കീഴ്പ്പെടുന്നവനല്ല പരിശുദ്ധാത്മാവ്. പ്രൈസ് ഗോഡ്. സ്തോത്രം. പണ്ടാരോ പറഞ്ഞു, ഹോളി സ്പിരിറ്റ് ഈസ് എ ജെന്റിൽമാൻ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ സ്തോത്രം, എന്നെ നിർബന്ധിക്കാറില്ല, അല്ലെങ്കിൽ എന്നെ കമ്പൽ ചെയ്ത് എൻ്റെ കയ്യിൽ നിന്നും പ്രാപിക്കാറില്ല, എനിക്ക് മനസ്സില്ലാത്തതൊന്നും എന്നോട് ചോദിക്കാറില്ല. മറിച്ച് ഞാൻ മനഃപൂർവ്വമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഇടത്ത് അവിടെ എന്നെ സമ്പൂർണമായി കൈയേൽക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയും. പ്രൈസ് ഗോഡ്. അപ്പോൾ വീണ്ടും ജനിച്ച എനിക്ക് ദൈവത്തിന് മനഃപൂർവ്വമായി സമർപ്പിക്കുവാൻ കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരു റിമോട്ട് കൺട്രോളർ ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യുന്ന പോലെ അല്ല. നാം മനഃപൂർവ്വമായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒന്നാണ് നമ്മുടെ ക്രിസ്ത്യ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ് ഗോഡ്. അത് റോമാലേഖനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. ദൈവത്തിന്റെ വചനം അവിടെ ഇപ്രകാരം പറയുന്നുണ്ട്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ അവിടെ ഇങ്ങനെ ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. സ്തോത്രം. അതിന്റെ 16, നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങൾ അനുസരിച്ചു പോരുകയും ചെയ്യുന്നവന് നിങ്ങൾ ദാസന്മാരാകുന്നു. ആമേൻ. പ്രൈസ് ഗോഡ്. മാത്രമല്ല അവിടെ അതിന്റെ 17-ാം വാക്യം, നിങ്ങൾ പാപത്തിന്റെ ദാസന്മാരായിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു, നീതിക്ക് ദാസന്മാരായി തീർന്നു. പ്രൈസ് ഗോഡ്. ഞാൻ ഈ വാക്യഭാഗങ്ങൾ ഞാൻ കൂടുതൽ വിവരിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങളത് തിരിച്ചറിയുവാൻ ചില വാക്യങ്ങൾ ഓർപ്പിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്തോഷിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ മനഃപൂർവമായ ഒരു ഏൽപ്പിക്കപ്പെടൽ. പ്രൈസ് ഗോഡ്. നമ്മളിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നാം പാപം ചെയ്യുമ്പോൾ വിട്ടുപോവുകയും നാം ഏറ്റു പറയുമ്പോൾ തിരികെ മടങ്ങി വരികയും ചെയ്യുന്നില്ല. പഴയ നിയമത്തിൽ ഒരു വ്യക്തിയുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആവസിച്ചില്ല എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നേക്കുമായി ആവസിച്ചിരുന്നില്ല. എന്നാൽ ഒരു പ്രത്യേക പദ്ധതിയോ ഒരു പ്രത്യേക ശുശ്രൂഷയോ തികയ്ക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാളിൽ വന്നിരുന്നു. ശേഷം ആ പ്രവൃത്തി തികച്ചിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മടങ്ങിപ്പോയി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ അങ്ങനെ അല്ല. പുതിയ നിയമത്തിൽ ഞാൻ ദൈവാത്മാവിനാൽ ദൈവത്തിന്റെ വചനത്താൽ വീണ്ടും ജനിക്കുന്ന അന്ന് മുതൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ പിതൃത്വം എൻ്റെ മേലുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പിതൃത്വം എൻ്റെ മേലുണ്ട്. ഞാൻ ദൈവത്തിന്റെ പുത്രനാകിയാൽ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ എന്നേക്കും വസിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അത് ഞാൻ തെറ്റ് ചെയ്താലും എൻ്റെ ജീവിതത്തിൽ കുറവുകൾ വന്നാലും ഒരിക്കലും എങ്കിൽ നിന്ന് മാറിപ്പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അപ്പം അത് നന്നായി തിരിച്ചറിയേണ്ട കാര്യം. പഴയ നിയമത്തിൽ നാം ഒരുപക്ഷെ പറയും, സ്തോത്രം, ശൗലിന്റെ മേൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറിപ്പോയി, അതുപോലെ ശിംശോന്റെ മേൽ നിന്ന് അവന്റെ ശക്തി ക്ഷയിച്ചു പോയി. ഇതൊക്കെ പഴയ നിയമത്തിലാണ്. പുതിയ നിയമത്തിൽ നിങ്ങൾ യേശു ക്രിസ്തുവിന്റെ മരണ അടക്ക ഉയർപ്പിനെ ഏറ്റുപറഞ്ഞിട്ട് നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്നതിലൂടെ ദൈവമക്കളാകുമ്പോൾ മുതൽ നിങ്ങളുടെ മേൽ ഒരിക്കലും വിട്ടുമാറാത്ത ദൈവിക സാന്നിധ്യമായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുകയാണ്. പ്രൈസ് ഗോഡ്. ആ മക്കളെന്ന പദവി ഒരിക്കലും നിങ്ങളിൽ നഷ്ടപ്പെടത്തില്ല. ഇനിയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കർത്തൃത്വത്തെയും കർത്താവായ യേശു ക്രിസ്തുവിനുള്ള രക്ഷയെയും യേശു കർത്താവിന്റെ ദൈവത്വത്തെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെയും അതുപോലെ യേശു കർത്താവിന്റെ രക്തത്താലുള്ള വിടുതലിനെയും നിങ്ങൾ മനഃപൂർവ്വമായി തള്ളിപ്പറഞ്ഞ് കർത്താവിനെ ഉപേക്ഷിക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങളുടെ മേൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറിപ്പോകത്തുള്ളൂ. അതല്ലാതെ നിങ്ങളുടെ മേൽ നിന്ന് ഒരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മാറിപ്പോകാൻ കഴിയത്തില്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. കാരണം എന്നേക്കും വസിക്കേണ്ടതിനും എന്നെ തിരുത്തി ഞാൻ ഏൽപ്പിക്കപ്പെടുന്നതനുസരിച്ച്, ഞാൻ സമർപ്പിക്കുന്നതിനനുസരിച്ച് എൻ്റെ ബലഹീന മേഖലകളിൽ എന്നെ ബലപ്പെടുത്തി എന്നെ കൈപിടിച്ച് ഉയരത്തിലെത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്.
പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ, ഇന്നത്തെ ഈ ചെറിയ ഈ സെഷനിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഇതുവരെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സഹകരിക്കാത്ത പ്രിയപ്പെട്ടവർ, ഞാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് വർഷങ്ങളായി ഒരു വീട്ടിൽ തന്നെ തങ്ങളിൽ വലിയ സഹകരണമൊന്നുമില്ലാതെ ഭാര്യയും ഭർത്താവുമായി കഴിയുന്നവരുണ്ട്. പ്രൈസ് ഗോഡ്. ഒരു വീട്ടിലാണ് കഴിയുന്നത്, വ്യത്യസ്ത മുറികളിലാണ്, പക്ഷെ ഒരു വീട്ടിലാണ്. അവരുടെ ഡീറ്റെയിൽ എല്ലാം ഒരു അഡ്രസ്സിലാണ്, രേഖകളിലെല്ലാം പേരെല്ലാം ഒന്നിച്ച്, പക്ഷെ ഒന്നിച്ചല്ല ജീവിക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ജീവിക്കുന്നവരുണ്ട്, പക്ഷെ അങ്ങനെയല്ല. കർത്താവിനെ സ്തുതിക്കുന്നു. അതങ്ങനെയല്ല, മറിച്ച് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം എൻ്റെ മേൽ ആക്ടിവേറ്റ് ചെയ്യുന്നതും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുന്നതും എല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലാണ്. കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. മാത്രമല്ല ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരങ്ങളാൽ എനിക്ക് ചുറ്റുമുള്ള എൻ്റെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, പ്രകൃതി എന്ന് പറഞ്ഞ സചേതനവും അചേതനവുമായ, അല്ല ജീവനുള്ളതും ജീവനില്ലാത്തതുമായ സകലതിനെയും കീഴടക്കുവാൻ കഴിയത്തക്ക നിലകളിൽ എനിക്ക് കൃപാവരപ്രാപ്തനാകാം. രോഗത്തെ, ഭൂതത്തെ, മരണത്തെ, പ്രകൃതിയെ, സകലതിനെയും. പക്ഷെ ഏറ്റവും വലുതൊന്ന്, പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നത് എന്നിലുള്ള മാനുഷിക ബലഹീനത എന്ന് പറഞ്ഞ ആദാമ്യ ബലഹീനതയെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയാണ്. നാം ആദാമ്യ പാപം സംബന്ധിച്ച് മരിച്ചവരാണ്, പാപം സംബന്ധിച്ച് മരിച്ചതാ. എന്നാൽ ആദാമ്യ ബലഹീനത സംബന്ധിച്ച് നാം മരണപ്പെട്ടവരല്ല. അതിന് ഒരു അനുദിന മരണം ആവശ്യമാണ്. അപ്പൊ ഈ പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ആദാമ്യ പാപത്തിന്റെ ശിക്ഷ സംബന്ധിച്ച് നാം മരിച്ചു. ആദാമ്യ പാപം നിമിത്തമുള്ള ശാപം സംബന്ധിച്ച് നാം മരിച്ചു. ആദത്തിന്റെ പാപം നിമിത്തം വെളിപ്പെട്ട രോഗം, ശാപം, മരണം, അതിന്റെ ശിക്ഷാവിധി, ഇതെല്ലാം സംബന്ധിച്ച് നമുക്ക് വേണ്ടിയുള്ള വിധി പ്രസ്താവന നടന്നു കഴിഞ്ഞു. ഇനിയും ആദാമ്യ പാപം സംബന്ധിച്ച് ഒരു ശിക്ഷ നമ്മോട് കർത്താവ് ചോദിക്കത്തില്ല. ഒരു ശാപം എൻ്റെ മേൽ വെളിപ്പെടുന്നില്ല. പക്ഷേ ആദാമ്യ ബലഹീനത എൻ്റെ മേൽ നിൽക്കുന്നു കർത്താവിന്റെ വരവ് വരെ. ഹല്ലേലൂയ. ആ ബലഹീനത എൻ്റെ മേൽ നിൽക്കുമ്പോൾ തന്നെ എന്നെ ദൈവം അംഗീകരിച്ചിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ബലഹീനനായ എൻ്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ നാം ശക്തരാകുന്നു. ഹല്ലേലൂയ. നമ്മൾ ഏറ്റവും ബലഹീനരെന്ന് പറയുന്ന ഇടങ്ങളിലെല്ലാം നമ്മെ ഏറ്റവും ശക്തന്മാരാക്കത്തക്ക നിലകളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് നമ്മോട് ഇടപെടുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്നാമത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി സഹകരിക്കുക. ബലഹീനതകൾ തുറന്നു പറയുക. കഴിയാത്ത കാര്യങ്ങൾ കഴിയുകയില്ലെന്ന് പറയുക. നാം യേശുവിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ അപ്പുറത്ത് നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത, നിങ്ങൾക്ക് ആയിരിക്കാൻ കഴിയാത്തത് ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചാൽ കർത്താവ് നമ്മിലൂടെ നിവർത്തിക്കും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്നത് നാം പുതിയ സൃഷ്ടിയിൽ നിന്നെല്ലാം ചെയ്യുവാനാണ്. നമ്മുടെ പഴയ മനുഷ്യനോട് അല്പം കൂടെ നീ സ്തോത്രം നമ്മുടെ പഴയ മനുഷ്യനോട് അല്പം കൂടെ സ്തോത്രം നീ നന്നാകണം എന്നല്ല കർത്താവ് പറയുന്നത്. നമ്മുടെ പുതിയ സൃഷ്ടിയോട് ആക്ടിവേറ്റ് ആകാനാണ് കർത്താവ് പറയുന്നത്. പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാനാണ് ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് ഓർപ്പിക്കുന്നത്. എന്നാൽ പലപ്പോഴും നാം നമ്മെ നന്നാക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ ആ പെർഫെക്റ്റ് ആയിട്ടുള്ള ആ പുതിയ മനുഷ്യൻ നമ്മെ നിയന്ത്രിക്കുന്നത്, അല്ലെങ്കിൽ നമ്മെ സകലത്തെയും റൂൾ ഓവർ ചെയ്യുന്ന ഒരു അനുഭവമാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യ ജീവിതം. അപ്പൊ ആ ഒരു ലൈഫിനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞവർക്കായി കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്, കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് മുമ്പിൽ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മുമ്പിൽ പൂർണ്ണമായി പരിശുദ്ധാത്മാവിനെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. അവിടെ ഞാൻ പോലും അറിയാതെ എന്റേതായ അനുഭവങ്ങളുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്. ആമേൻ. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളിൽ വെളിപ്പെടുന്ന ഓർത്ത് ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു. റോമർ 8 ഞാൻ നിങ്ങളെ ശ്രദ്ധ തിരിക്കുന്നു. ആമേൻ. ദൈവാത്മാവ് ഉള്ള ഒരു വ്യക്തി
യേശുക്രിസ്തുവിൽ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തി, അഥവാ കർത്താവായ യേശുക്രിസ്തു നമ്മെ അംഗീകരിച്ചു. ആമേൻ. അഥവാ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവ് എന്നെ അംഗീകരിച്ചു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവചനത്താലും ആമേൻ ഞാൻ വീണ്ടും ജനിച്ചു എന്നതിന്റെ തെളിവാണ്. ആമേൻ. അത് അപ്രൂവ് ചെയ്യുകയാണ് പുത്രത്വത്തിന്റെ ആത്മാവിന്റെ മേൽ വരുമ്പോൾ. എന്താ പുത്രത്വത്തിന്റെ ആത്മാവ്? ഗലാത്യ ലേഖനത്തിലും റോമാലേഖനത്തിലുമായി ദൈവത്തിന്റെ തിരുവചനം പുത്രത്വത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. പ്രൈസ് ഗോഡ്. ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിലും റോമാലേഖനം 8-ാം അധ്യായത്തിലും പുത്രത്വത്തിന്റെ ആത്മാവിനെ കുറിച്ച് പറയുന്നു. എന്താണ്? ആമേൻ. ദൈവത്തിന് പുത്രനായ ഒരുവൻ ഉണ്ടെങ്കിൽ അവന്റെ മേൽ മാത്രമുള്ള ആത്മാവ്. ആമേൻ. ഹല്ലേലൂയ. അപ്പന്റെ മകൻ എന്നൊക്കെ പറയുന്നത് പോലെ, അപ്പന്റെ രക്തമാണ് മകന്റെ മേൽ എന്ന് പറയുന്നത് പോലെ, ദൈവത്തിന്റെ ആത്മാവാണ് നമ്മുടെ മേൽ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മേൽ. നാം പുത്രത്വം പ്രാപിച്ചവരാണ്. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇനിയും റോമാലേഖനം 8-ാം അധ്യായം പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. പ്രൈസ് ഗോഡ്. ഓ പ്രൈസ്. എന്ത് പവർഫുൾ വേർഡാണിത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞാൻ യേശു ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തു യേശുവിലാണ്. ഹല്ലേലൂയ. ഈ പൗലോസ് യേശുക്രിസ്തു എന്നും ക്രിസ്തുയേശു എന്നും പറഞ്ഞ രണ്ട് ടേമുകൾ വ്യത്യസ്തമാണ്. ഇപ്പോൾ നമുക്ക് അത് ചിന്തിക്കാനുള്ള സാവകാശമില്ല. പ്രൈസ് ഗോഡ്. പക്ഷെ ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഈ ക്രിസ്തയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. അപ്പം ആ വേർഡ് നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നമുക്ക് കണ്ടംനേഷൻ ഇല്ല. എന്താ കണ്ടംനേഷൻ ഇല്ലാത്തത്? കണ്ടംനേഷൻ നമ്മുടെ പുറകിലായിപ്പോയി. ആമേൻ. എൻ്റെ മുമ്പിൽ ക്രിസ്തുവാണ്. ആമേൻ. എൻ്റെ മുമ്പിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുവാനുമായ യേശുവാണ്. എൻ്റെ മുമ്പിൽ ഓട്ടം തികച്ച് സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരിക്കുന്ന കർത്താവ് മാത്രമാണ്. ആമേൻ. അപ്പോൾ ലംഘന നിമിത്തമുള്ള മരണം അതെന്റെ പിറകിലാണ്. ഒരിക്കലും ഇനി ഞാൻ പിന്തിരിയുന്നില്ല, പിറകിലേക്ക് നോക്കുന്നില്ല. മരണം എൻ്റെ പിറകിലായി, ശിക്ഷാവിധി എൻ്റെ പിറകിലായി എന്നുള്ള തിരിച്ചറിവാണ് പരിശുദ്ധാത്മാവ് എനിക്ക് തരുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ എത്ര പേര് പറയും, മരണം എൻ്റെ പിറകിലായി, ശിക്ഷാവിധി എൻ്റെ പിറകിലാ, നരകം എൻ്റെ മുമ്പിൽ ഇനി വരാനിരിക്കുന്നതല്ല, അതെൻ്റെ പിറകിലായി പോയി. പ്രൈസ് ഗോഡ്. പാതാളവും മരണവും ശാപവും എൻ്റെ പിറകിലായി. ഞാൻ ക്രിസ്തുയേശുവിലാണ്. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിക്കുക, യേശുവിന്റെ പിൻപിലാണ് മരണം. അവൻ മരണത്തെ ഉയർത്തു, മരണത്തെ ജയിച്ചു. യേശുവിന്റെ പിൻപിലാണ് മരണം. യേശുവിന്റെ പിൻപിലാണ് ആ മരണം നിൽക്കുന്നത്, ശിക്ഷാവിധി നിൽക്കുന്നത്. അവൻ അതിനെ സഹിച്ചു മുൻപിലേക്ക് വന്നു. ഞാൻ ആ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾ എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും, ഹല്ലേലൂയ, മരണം എന്റെ പിറകിലായതിനായി സ്തോത്രം. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറഞ്ഞത്, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പഴയത് കഴിഞ്ഞുപോയി. ഏത് പഴയത്? ആദാം സംബന്ധിച്ചുള്ള എന്റെ മരണം കഴിഞ്ഞുപോയി. ആദാം നിമിത്തമുള്ള സകല മനുഷ്യരിലും പടർന്ന ശിക്ഷാവിധി കഴിഞ്ഞുപോയി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. സകലവും പുതുതായിരിക്കുന്നു. യേശുവിന് സകലവും പുതുതായിരിക്കുന്നു. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ. ആ പുതുക്കപ്പെട്ടത്, ഞാനിത് പറയാറുണ്ട്, പുതുക്കപ്പെട്ടത് എന്ന് പറയാം കാനയോസ്. കാനയോസ് എന്ന് പറഞ്ഞാൽ പഴയതൊന്നിനെ വീണ്ടും പുതുക്കിയെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. പുതിയതൊന്നിനെ ഉണ്ടാക്കാമായിരുന്നു ദൈവത്തിന്. നോ, അതിന്റെ പേര് നെയോസ് എന്ന. നെയോസ്, പുതിയതായി ഉണ്ടാക്കപ്പെട്ടത്. പക്ഷെ തമ്പുരാൻ പറയുന്നു, ഞാൻ പഴയതിനെ കളഞ്ഞിട്ട് പുതിയതിനെ ഉണ്ടാക്കുകയല്ല, ആ പഴയതിനെ പുതുക്കി ഒരിക്കലും പഴക്കമില്ലാത്തതാക്കി തീർക്കുകയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ എത്ര പേർ പ്രാർത്ഥിക്കും, കർത്താവേ, പഴയതായിരുന്നു പക്ഷെ തള്ളിക്കളയാതെ വീണ്ടും അതിനെ പുതുക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഞാനിന്ന് നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ എപ്പോഴൊക്കെ ആത്മാവിലായിരിക്കുന്നു അപ്പോഴെല്ലാം പുതുക്കം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പുതുക്കം നിങ്ങളിൽ വെളിപ്പെടുക. എന്താ പുതുക്കം? ജീവന്റെ പുതുക്കം. യേശുക്രിസ്തുവിന്റെ ജീവന്റെ പുതുക്കം അതെന്റെ സ്വഭാവത്തിൽ വ്യാപരിക്കുന്നു, അതെന്റെ ശരീരത്തിൽ വ്യാപരിക്കുന്നു, അതെന്റെ ചിന്തകളിൽ വ്യാപരിക്കുന്നു. ഞാൻ എന്തായിരിക്കുന്നു അതിലെല്ലാം ആത്മാവിന്റെ പുതുക്കം വെളിപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ കാര്യം ഓർപ്പിക്കുമ്പോൾ നിങ്ങൾ മറന്നു പോകരുത്. ചില ദിവസങ്ങൾക്ക് മുമ്പ്, 3-4 ദിവസങ്ങൾക്ക് മുമ്പ് സ്തോത്രം, അന്യഭാഷകളിൽ സംസാരിക്കുന്നതിന്റെ പിൻപിൽ
ഉള്ള രഹസ്യങ്ങളെ കുറിച്ച് അധികം വിശ്വാസികൾക്ക് അത് അറിയത്തില്ല. സ്തോത്രം. അന്യഭാഷകളിൽ സംസാരിക്കുന്നതിന് പിൻപിലുള്ള അതിന്റെ മർമ്മം എന്താണ്, അതിന്റെ അപ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്നതിനെ കുറിച്ച് സ്തോത്രം 1-2 വീഡിയോകൾ പോസ്റ്റ് ചെയ്തിരുന്നു. ദയവായി നിങ്ങളത് കാണുക. അത് നിങ്ങളുടെ ആത്മീക ജീവിതത്തിന് ഇതുവരെ ഇല്ലാത്ത നിലകളിലുള്ള ഒരു വിടുതലായിരിക്കും എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ഗോഡ്. റോമർ 8 മടങ്ങി വരാം. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിന്റെ 2-ാം വാക്യത്തിൽ പറയുന്നു, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം വരുത്തി. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു, പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് നിങ്ങൾ സ്വതന്ത്രരാണ്. എന്താ പ്രമാണം? പ്രമാണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഒരു ലോയ്ക്ക് അണ്ടറിലാണ്. ഏത് ലോ? നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താ പ്രമാണം? ഞാന് മുകളിൽ നിന്ന് ഭാരമുള്ള ഒരു വസ്തു താഴേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇത് താഴേക്ക് വരിക എന്നുള്ളത് അതൊരു പ്രമാണമാണ്. ആ പ്രമാണത്തിനാണ്, ആ തിയറിക്കാണ് നമ്മൾ പറയുന്നത് പ്രൈസ് ഗോഡ്, ഗുരുത്വ ആകർഷണ നിയമം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഗുരുത്വ ആകർഷണ നിയമം. ആമേൻ. സ്തോത്രം. നിങ്ങൾ കാണുക, നമ്മുടെ മേൽ വെളിപ്പെട്ട പ്രമാണം ഏതാണ്? പാപത്തിൻ്റെത്. 2 മരണത്തിൻ്റെത്. എന്തായാലും പാപിയായി തുടരുന്നു, എന്തായാലും മരണത്തിൽ അവസാനിക്കുന്നു എന്ന് പറഞ്ഞാൽ മനുഷ്യനാണോ, ആദത്തിന്റെ മകനാണോ, പാപിയായി തുടർന്ന് മരണത്തിലേക്ക് പോകും. ഇതൊരു ലോയാണ്. ആ ഒരു ശാപം കിടക്കുക നമ്മുടെ മേൽ. പക്ഷേ അത് കട്ട് ഓഫായി. യേശുവിന്റെ നാമത്തിൽ അത് കട്ട് ഓഫായി. ഇനി ഒരിക്കലും പാപി അല്ലാതെ വണ്ണം ഞാൻ ദൈവ സന്തതിയായി തീർന്നിരിക്കുന്നു. ഇന്നലെ നമ്മളിത് ഏറ്റു പറഞ്ഞതാണ്. ഇന്ന് ഒരിക്കൽ കൂടി നിങ്ങൾ ആരാണെന്ന് ഏറ്റു പറയുക. പേരൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയത്തില്ലേ, നമ്മൾ പേര് പറഞ്ഞ് മടുത്തിട്ടില്ലല്ലോ, ഇത്രയും വർഷമായി. പലരും ചോദിക്കുന്നു, പരിചയമില്ലാത്തവർ ചോദിക്കുന്നു, പേരെന്താണ്? അപ്പൊ നമ്മൾ പറയുന്നു, ഇത്ര വയസ്സുണ്ട്, ഇത്രയും നാളായിട്ട് നമ്മൾ പേര് പറഞ്ഞ് മടുക്കാറില്ല. അതുപോലെ നമ്മൾ ഇന്ന് പറഞ്ഞ് മടുക്കരുത്, പറഞ്ഞ് തുടങ്ങണം. യേശുവിന്റെ നാമത്തിൽ ഞാൻ പാപി അല്ല, ഇനി എനിക്ക് ഒരിക്കലും പാപിയാകുവാൻ കഴിയാതെ വണ്ണം ഞാൻ ആ ലോയിൽ നിന്ന് പുറത്തു വന്ന ഒരാളാണ്. എൻ്റെ മേൽ കിടക്കുന്ന പുത്രത്വത്തിന്റെ പ്രമാണമാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഞാൻ പാപിയല്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾ ആരും ഈ വിഷയത്തിൽ ദൈവത്തോട് എളിമ കാണിക്കരുത് എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മുടെ വിചാരം, നമ്മൾ ദൈവത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഞാൻ പാപിയാണ്, അരിഷ്ടനാണ്, ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പം ദൈവം പറയും, കൊള്ളാം. സ്തോത്രം. ആമേൻ. നോ, ഒരിക്കലും അങ്ങനല്ല ദൈവമക്കളെ. നിങ്ങൾ നിങ്ങളുടെ അപ്പന്റെ അടുക്ക ചെന്നിട്ട് പറയുന്നു, അപ്പ എനിക്ക് നിന്റെ രൂപമില്ല, നിന്റെ സ്വഭാവമില്ല, ഞാൻ നിന്നെ പോലെ അല്ല ഇരിക്കുന്നത്, മറ്റാരെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൻ എന്താ ഫീൽ ചെയ്യുന്നത്? ഹല്ലേലൂയ. നമ്മിൽ ദൈവത്തിലുള്ളത് എന്തെന്നെല്ലാം നാം തിരിച്ചറിഞ്ഞ് നാം അതിൽ പിതാവിനെ മഹത്വപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അതാണ് കർത്താവിനെ സന്തോഷിപ്പിക്കുന്നത്. ആമേൻ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടുത്ത് നിർത്തി മറ്റൊരാൾ പറയുന്നു, നിങ്ങളുടെ അതേ സ്വരൂപമാണ് നിങ്ങളുടെ കുഞ്ഞെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പലപ്പോഴും ഓർക്കുക, ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോഴെല്ലാം ദൈവത്തിന്റെ ഹൃദയം സന്തോഷിക്കുക. കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ 1, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പേരുണ്ടോ? പരിശുദ്ധാത്മാവുള്ളവർക്കായി സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ ഓർക്കുക, ആദത്തിന്റെ സന്തതികളെല്ലാം പാപികളാണ്. ആദത്തിന്റെ സന്തതികളെല്ലാം പാപികളാണ്. ആദത്തിന്റെ സന്തതികളെല്ലാം പാപികളാണ്. അത് അവൻ നന്മ ചെയ്യുന്നോ തിന്മ ചെയ്യുന്നോ എന്നുള്ള വിഷയമല്ല. ആദത്തിന്റെ സന്തതിയാണ്, അവൻ പാപിയാണ് എന്നുള്ള പ്രമാണത്തിൽ നിന്ന് ഒന്നാമത് നാം അതിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ ദൈവത്തിൽ നിന്ന് ജനിച്ചു, ഞാൻ ദൈവ പൈതലാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചെങ്കിൽ സ്തോത്രം, ആദത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ആദം ചെയ്തതിന്റെ ഫലം പ്രാപിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവനെല്ലാം ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ദൈവം എന്തായിരിക്കുന്നോ അതിന്റെ ഫലം പ്രാപിക്കും. യേശുവിന്റെ നാമത്തിൽ
ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേരെന്ന് പറയും? ഇരിക്കുന്ന ഇടങ്ങൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ എത്ര പേര് പറയും, ദൈവം എന്തായിരിക്കുന്നോ അതെന്റെ മേൽ വെളിപ്പെട്ട് വരും. ദൈവം എന്തായിരിക്കുന്നോ അത് ഞാൻ അനുഭവിക്കും. അപ്പാ അവിടുന്ന് എന്തായിരിക്കുന്നോ അതെന്റെ മേൽ വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പം റോമർ 8 ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, 8:2 പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഹല്ലേലൂയ. 2-ാം വാക്യം തന്നെ പറയുന്നു, മരണശിക്ഷ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനം ഉറപ്പ് പറയുന്നു, നിങ്ങൾ ശിക്ഷാവിധിയിലല്ല. ഇത് തിരിച്ചറിയാത്തവരാണ് പലപ്പോഴും പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളപ്പോൾ തന്നെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനോട് സഹകരിക്കാതെ നരകത്തെ പേടിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. എനിക്കൊരു മനുഷ്യനെ അറിയാം. സ്തോത്രം. അദ്ദേഹത്തിന് വല്ലാത്ത ഭയമായിരുന്നു. അദ്ദേഹം ഒരിക്കലും മേൽക്കൂരയുള്ള വീടിന്റെ താഴെ കിടക്കാറില്ല. എന്ന് പറഞ്ഞാൽ വീട്ടിൽ കിടക്കാൻ കഴിയത്തില്ല അദ്ദേഹത്തിന്. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പേടിയാണ് മേൽക്കൂര ഇടിഞ്ഞ് തന്റെ മേൽ പതിക്കും. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ എപ്പോഴോ അദ്ദേഹത്തിന്റെ അപ്പൻ മരിച്ചുപോയത് ഒരു തേങ്ങ അപ്പന്റെ തലയിൽ വീണ്ട. അപ്പൊ അങ്ങനെ മരിച്ചുപോയതാണ്. അപ്പൊ അന്ന് മുതൽ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക പ്രശ്നമാണ്, ഉയരത്തിൽ നിന്ന് എന്തെങ്കിലും വീണ് മരിക്കും എന്നുള്ള ചിന്ത. മുകളിൽ നിന്ന് എന്തെങ്കിലും തൻ്റെ തലമേൽ വീണ് താൻ മരിക്കും. അപ്പൊ ആ ചിന്തകൾ അദ്ദേഹം താലോലിച്ചു. ആ ചിന്തകളിൽ അദ്ദേഹം വളർന്നു. അങ്ങനെ വളർന്നു. നാളുകൾ കഴിഞ്ഞു. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ചിന്ത വലുതായി. ഈ ചിന്ത അദ്ദേഹത്തിന്റെ മാനസിക തലങ്ങളെ ബാധിച്ചു, മനോഭാവങ്ങളെ ബാധിച്ചു. അപ്പൊ ഇനിയും അദ്ദേഹം മരത്തിന്റെ ചുവട്ടിൽ നിൽക്കാറില്ല. പിന്നത്തേതിൽ മേൽക്കൂരയുള്ള എങ്ങും കിടക്കാറില്ല. അപ്പൊ വീടിനകത്ത് കിടക്കത്തില്ല. കാരണം വീടിന് മേൽക്കൂരയുണ്ട്. മേൽക്കൂര ഇടിഞ്ഞു പോകുമെന്ന് അദ്ദേഹത്തിന്റെ ചിന്ത. വീണ്ടും ആ പ്രശ്നം വർദ്ധിച്ചു, വളരെ വർദ്ധിച്ചു. അവസാനം അദ്ദേഹത്തിന്റെ വീട്ടുകാർ പൊതുസ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലേസ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പൺ എയർ ആയിട്ടുള്ള ഇടങ്ങളിലൊക്കെ കിടത്താൻ തുടങ്ങി. എന്ന് പറഞ്ഞാൽ മുകളിൽ ആകാശമല്ലേ ഉള്ളൂ. പക്ഷെ ഒരിക്കൽ ഈ പ്രശ്നം കൂടി. അദ്ദേഹം ഭയപ്പെട്ട് ഓടി. അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയവർ ചോദിച്ചു, താങ്കൾ എന്തുകൊണ്ടായി ഓടുന്നത്? ഇവിടെ ഇപ്പോൾ മേൽക്കൂരയൊന്നുമില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്, ആകാശം ഇടിഞ്ഞു വീണാൽ എന്ത് ചെയ്യും? ഞാൻ മരിച്ചു പോകത്തില്ലേ? അപ്പൊ ഈ മനുഷ്യനെ തിരുത്താൻ കഴിയുന്നില്ല. കാരണം അദ്ദേഹത്തിന്റെ ചിന്താഗതി മുകളിലുള്ളത് എന്ത് ഇടിഞ്ഞു തന്നെ മേൽ പതിക്കുമെന്നാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ഇന്ന് ഇത് നിങ്ങളോട് പറയുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നിട്ട് പോലും ഇനിയും നമ്മുടെ മുമ്പിൽ ഒരു നരകമുണ്ടെന്ന്, ഇനിയും നമ്മുടെ മുമ്പിൽ ശിക്ഷാവിധി ഉണ്ടെന്ന് ചിന്തിക്കുന്ന അനുഭവം നമുക്കുണ്ടെങ്കിൽ റോമർ 8 നമുക്ക് ഉറപ്പ് തരുന്നു, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ശിക്ഷാവിധി എന്നെ കുറിച്ചല്ല. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവനാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിൽ എടുക്കപ്പെടുന്നവനാണ്. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന വെള്ളസിംഹാസനത്തിന്റെ ന്യായവിധി എന്റെ മേലുള്ളതല്ല. അവിടെ പറഞ്ഞിരിക്കുന്ന നരകം, അവിടെ പറഞ്ഞിരിക്കുന്ന തീപ്പൊയ്ക, അതിനെ ഞാൻ ഭയപ്പെടുന്നില്ല. കാരണം അത് എനിക്ക് വേണ്ടിയുള്ളതല്ല. ഞാൻ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പൊ നമ്മൾ ഇത് കേൾക്കുമ്പോൾ പലപ്പോഴും പറയും, ഇത്രയും വലിയ കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ആണ് പരിശുദ്ധാത്മ ഒരാൾക്ക് നൽകുന്നത്. ഈ കോൺഫിഡൻസ് നിങ്ങൾക്കില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ആക്റ്റീവ് അല്ല. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ എപ്പോഴും എല്ലാ ശുശ്രൂഷകളിലും എൻ്റെ കൂട്ടായ്മയിലുള്ള പ്രിയപ്പെട്ടവരോട് പറയാറുണ്ട്, നിങ്ങൾ സ്വർഗത്തിൽ ചെന്നിട്ട് കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവായിരിക്കാം, അല്ലാതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു, ദൂതന്മാർ നിങ്ങളെ കൊണ്ടുപോയി, നിങ്ങൾ അവകാശപ്പെട്ടു, നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ വെച്ച് നിങ്ങൾ എന്നെ തിരയുമ്പോൾ, എന്ന് പറഞ്ഞ ജിംസം പാസ്റ്ററെ തിരയുമ്പോൾ, പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ അവിടെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ നെഞ്ചത്തടിച്ച് കരയണം. ഞാൻ എപ്പോഴും പറയാം, നെഞ്ചത്തടിച്ച് കരയണം, ആലമുറയിട്ട് കരയണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കരയാവുന്നിടത്തോളം കരയണം. കാരണം നിങ്ങൾ എന്നെ അവിടെ കണ്ടിട്ടില്ല. നിങ്ങൾ കരയാവുന്നിടത്തോളം കരയണം. എന്തിനാണെന്നറിയാം? നിങ്ങൾ ചെന്നത് സ്വർഗത്തിലല്ല. ഹല്ലേലൂയ. നിങ്ങൾ സ്വർഗത്തിലല്ല ചെന്നത്, നിങ്ങൾ വേറെ എങ്ങുമാ ചെന്നത്. കാരണം എന്നെ കൂടാതെ ഒരിക്കലും സ്വർഗമാകത്തില്ല. ഔവണ്ണം ഞാൻ കർത്താവിൽ വീണ്ടെടുപ്പ് പ്രാപിച്ച വ്യക്തിയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. അപ്പം സ്വർഗത്തെ കുറിച്ച് ഉറപ്പുള്ള പ്രിയപ്പെട്ടവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ എത്ര പേർ കർത്താവിനോട് പറയും, കർത്താവേ
ആമേ, ഞാനില്ലാത്തൊരു സ്വർഗം അങ്ങേക്ക് ഇല്ലാത്തതിനായി സ്തോത്രം. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ ഈ യേശു കർത്താവ് ഭൂമിയിലേക്ക് നമ്മെ സ്നേഹിച്ചു വന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മളില്ലാത്തൊരു സ്വർഗം കർത്താവിന് സ്വർഗം അല്ലാത്തതുപോലെ കർത്താവ് നമ്മെ സ്നേഹിച്ചു. ഹല്ലേലൂയ. അപ്പൊ ഈ കർത്താവിൽ ഉറപ്പുള്ള പ്രിയപ്പെട്ടവർക്കായി ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുക. അപ്പൊ ഒരു വിശ്വാസിയുടെ അകത്ത് ഒന്നാമത്തെ ഉറപ്പാണ് പുത്രത്വത്തിന്റെ ഉറപ്പ്. ആമേൻ. അവന്റെ ശിക്ഷാവിധി കഴിഞ്ഞുപോയി, അത് കർത്താവ് വഹിച്ചു, പെനാൽറ്റി കൊടുത്തു, ഇനിയും കൊടുക്കാനില്ലാത്തതുപോലെ കൊടുത്തു. ആമേൻ. സ്തോത്രം. യോഹന്നാന്റെ ലേഖനത്തിൽ ദൈവത്തിന്റെ വചനം അതിന്റെ 2-ാം അധ്യായത്തിന്റെ ആരംഭവാക്യങ്ങളിൽ പറയുന്നു, ആമേൻ, അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാണ്. പ്രായശ്ചിത്തമാണെന്ന് മാത്രമല്ല, ആമേൻ, മുഴു ലോകത്തിന്റെയും പാപത്തിന് അവൻ പ്രായശ്ചിത്തമാണ്. മുഴു ലോകത്തിന്റെയും പാപത്തിന് യേശുക്രിസ്തു പ്രായശ്ചിത്തം ചെയ്തെന്നല്ല, യേശുക്രിസ്തു പ്രായശ്ചിത്തമാണ്. ആമേൻ. പക്ഷേ അത് അക്സെപ്റ്റ് ചെയ്യുന്നവന്റെ മേൽ അത് വെളിപ്പെട്ട് വരുന്നു യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്തപ്പോൾ നിങ്ങളോട് കർത്താവ് പറയുന്നു, നീ ശിക്ഷയിൽ നിന്ന് ഒഴിവുള്ളവനാണ്. ഹല്ലേലൂയ. അപ്പോൾ ഒന്ന്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. അപ്പൊ ഞാൻ ആരംഭത്തിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ സഹകരിക്കുന്നെങ്കിൽ ഇന്നു പകൽ മുതൽ ഇത് കേൾക്കുമ്പോൾ മുതൽ, അല്ലെങ്കിൽ ഈ ദൂത് കേൾക്കുമ്പോൾ നിങ്ങൾ കർത്താവിൻ പരിശുദ്ധാത്മാവിനോട് സഹകരിക്കുന്നെങ്കിൽ, നിങ്ങൾക്ക് കഴിയാത്തത് തുറന്നു പറയുന്നെങ്കിൽ, സഹായം ആവശ്യപ്പെടുന്നെങ്കിൽ, പരിശുദ്ധാത്മാവ് മാന്യനാണ്. ആമേൻ. നാം സഹായം അപേക്ഷിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ശക്തിക്കപ്പുറമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞ പാപ സ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ വിടുവിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഈ പലപ്പോഴും ഇത് മനസ്സിലാക്കാത്തതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ട് ഇനിയും ഞാൻ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കേണ്ടതിന് പാപം ചെയ്യാതെ എന്നെ തന്നെ കാക്കും എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. അങ്ങനെ പറയുന്ന പല പ്രിയപ്പെട്ടവരും പാപം ചെയ്യാറുണ്ട്, വീഴാറുമുണ്ട്. പക്ഷെ ഇന്ന് നമുക്ക് നമ്മെ സഹായിപ്പാൻ നമ്മുടെ മേൽ വന്ന പാറക്കിലീത്തായോട് പറയാം, പ്രൈസ് ഗോഡ്, എന്നിൽ ബലഹീനതകളുണ്ട്, എൻ്റെ ആത്മമനുഷ്യൻ പൂർണ്ണനാ, പക്ഷേ എന്നിൽ ബലഹീനതകളുണ്ട്, എൻ്റെ ജഡത്തിൽ ബലഹീനതകളുണ്ട്. പ്രൈസ് ഗോഡ്. എന്നാൽ എൻ്റെ ജഡത്തിന്റെ ബലഹീനതകളിൽ ആമേൻ അങ്ങയുടെ സഹായം ഞാൻ ആവശ്യപ്പെടുന്നു. നമുക്ക് ഒന്നിച്ചു നടക്കാം ക്രിസ്തീയ ജീവിതത്തിൽ. ഹല്ലേലൂയ. നിങ്ങൾക്കറിയാമോ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ കരം പിടിച്ചൊരു യാത്ര ക്രിസ്തീയ ജീവിതം അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാ, അത് ഏറ്റവും സന്തോഷിക്കപ്പെട്ടതാ. അങ്ങനെ സ്തോത്രം, അങ്ങനെ നടന്ന് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എഴുതിയ പാട്ടാണ് നമ്മുടെ ഈ തലമുറകളൊക്കെ ഏറ്റുപാടുന്നത്. സ്തോത്രം. ക്രിസ്തീയ ജീവിതം, സൗഭാഗ്യ ജീവിതം എന്നൊക്കെ പറഞ്ഞ് പാടിയ പാട്ടുകൾ അങ്ങനെയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, പാപത്തിൽ നിന്ന് വിടുവിക്കുന്നു. 2, മരണശിക്ഷ ഇല്ലാതായി. ഓ സ്തോത്രം. ഞാൻ ആ ഭാഗം പറഞ്ഞ് ആ പോഷൻ അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലുണ്ട്. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ നിങ്ങൾ മരണശിക്ഷയിലല്ല. അത് പുറകിലായിപ്പോയി യേശുവിൻ നാമത്തിൽ. നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ലൈവ് ആണെങ്കിൽ നിങ്ങൾ ഓർത്തോ, നിങ്ങളുടെ ശിക്ഷ, നിങ്ങൾക്കുള്ള പ്രായശ്ചിത്തം, നിങ്ങൾക്ക് വേണ്ടിയുള്ള പാപപരിഹാര ബലി, അത് ദൈവം നിങ്ങൾക്ക് വേണ്ടി കർത്താവിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്തതിന്റെ തെളിവായിട്ടാണ് നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്. അപ്പോൾ സ്തോത്രം യേശുവിൻ നാമത്തിൽ. 3 സ്തോത്രം. അതിന് 4-5 വാക്യങ്ങളിൽ, 8-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ദൈവത്തിന്റെ വചനം പറഞ്ഞു, ജഡത്തെയല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. നാം ന്യായപ്രമാണത്തിന് കീഴുള്ളവരല്ല. മിക്കവാറും വിശ്വാസികൾക്ക് അറിയാത്തൊരു കാര്യമാണ്, ന്യായപ്രമാണം നാം അനുസരിക്കണമോ, അല്ലെങ്കിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്തോത്രം. നിങ്ങൾ മനസ്സിലാക്കണം, ന്യായപ്രമാണം നമുക്ക് നൽകപ്പെട്ടതല്ല. ന്യായപ്രമാണം യഹൂദന് നൽകപ്പെട്ടതാണ്. റോമാലേഖനം 2-ാം അധ്യായം, റോമാലേഖനം 3-ാം അധ്യായം, റോമാലേഖനം 9-ാം അധ്യായം, തിമോത്തിയോസിൻ ലേഖനം 1-ാം അധ്യായം, ഗലാത്യ ലേഖനം, സ്തോത്രം. അത് ആരംഭ അധ്യായം മുതൽ അങ്ങോട്ട് ദൈവത്തിന്റെ തിരുവചനം നമ്മോട് പറഞ്ഞു തരുന്നു, ന്യായപ്രമാണം നമുക്കുള്ളതല്ല, അത് യഹൂദന് നൽകപ്പെട്ടതാണ്. റോമർ 9:4 ദൈവത്തിന്റെ തിരുവചനം പറയുന്നുണ്ട്, പുത്രത്വം, തേജസ്, നിയമം അഥവാ കവനന്റ്, പ്രൈസ് ഗോഡ്, വാഗ്ദത്തങ്ങൾ, ന്യായപ്രമാണം, ആരാധന, പിതാക്കന്മാർ സകലവും യഹൂദനുള്ളതാണ്. റോമാലേഖനം 2-ാം അധ്യായം അവസാനത്തിലേക്ക് വരുമ്പോൾ യഹൂദന് എന്ത് വിശേഷത?
ആമേൻ. പരിച്ഛേദനയാൽ എന്ത് പ്രയോജനം? ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അഥവാ ന്യായപ്രമാണം അവരുടെ പക്കലായി ഏൽപ്പിച്ചിരിക്കുന്നത്. ആമേൻ. ന്യായപ്രമാണം നമുക്കുള്ളതല്ല. ഹല്ലേലൂയ. റോമാലേഖനം ആരംഭ അധ്യായത്തിൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ആമേൻ, ന്യായപ്രമാണം ഉള്ള യഹൂദൻ, ന്യായപ്രമാണം ഇല്ലാത്ത ജാതികൾ. നമുക്ക് ന്യായപ്രമാണം ഇല്ല. അത് നമുക്ക് വേണ്ടി ദൈവം തന്നതുമല്ല. അത് യഹൂദൻ ചെയ്യേണ്ടതിന്, ആമേൻ, ആ യഹൂദന് വേണ്ടി ദൈവം കൊടുത്തതാണ്. പ്രൈസ് ഗോഡ്. പ്രമാണകാലം തീർന്നുപോയി എന്ന് ദൈവത്തിന്റെ തിരുവചനം പഠിപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഈ പെട്ടെന്ന് ന്യായപ്രമാണം തീർന്നു പോയെന്ന് ബൈബിള് വായിക്കാത്ത ഒരു പെന്തക്കോസ്ത് വിശ്വാസി കേട്ടാൽ അവന് ടെൻഷൻ വരും. ഹല്ലേലൂയ. അത് സ്വാഭാവികമാണ്, അത് മാനുഷികവുമാണ്. ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറവാനായിട്ട് ആഗ്രഹിക്കുന്നു. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ ആമേൻ, ഒരു വ്യക്തി അവൻ ചെയ്തതുകൊണ്ട് അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നു. പ്രൈസ് ഗോഡ്. റോമാലേഖനം 10-11 അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ വായിച്ചാൽ മനസ്സിലാകും. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. അത് ചെയ്യുന്ന മനുഷ്യൻ അതിനാൽ ജീവിക്കും. ആമേൻ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്തത് കൊണ്ട് ആമേൻ നിങ്ങൾ ജീവിക്കുന്നു. നിങ്ങൾ ചെയ്തതിന്റെ ഫലവുമായി നിങ്ങൾ നിത്യതയിലേക്ക് പോകുന്നു. നിങ്ങൾ ചെയ്തതിന്റെ ഫലവുമായി നിങ്ങൾ ദൈവത്തിന് മുമ്പിൽ നിൽക്കുന്നു. പ്രൈസ് ഗോഡ്. എന്നാൽ വിശ്വാസത്താലുള്ള നീതിയോ ആമേൻ അത് ചെയ്യുന്ന മനുഷ്യനെന്നല്ല, യേശുക്രിസ്തു എനിക്ക് വേണ്ടി അത് ചെയ്തതിനാൽ അതെന്റെ മേൽ കണക്കിടപ്പെട്ടു, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നീതീകരിക്കപ്പെടുന്നു. ഒന്നുകൂടി പറഞ്ഞാൽ റോമാലേഖനം 8-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, ഹല്ലേലൂയ, ആമേൻ, നീതി എന്റെ മേൽ നിവർത്തിക്കപ്പെട്ടു. ആമേൻ. എന്ന് പറഞ്ഞ ദൈവം എന്നിൽ നിന്ന് ആവശ്യപ്പെട്ട നീതി ആമേൻ യേശുക്രിസ്തുവിനാൽ എന്റെ മേൽ നിവർത്തിക്കപ്പെട്ടു. ആമേൻ. അങ്ങനെ നീതി നിവർത്തിക്കപ്പെട്ടത് കൊണ്ടാണ് എന്റെ മേൽ പരിശുദ്ധാത്മാവ് വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അപ്പോൾ ആമേൻ ആ തിരിച്ചറിവ് പ്രാപിച്ചവർക്കായി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. ഇനിയും ആ റോമാലേഖനം 8:9 മുതൽ താഴേക്ക് ദൈവത്തിന്റെ തിരുവചനം ഓർപ്പിക്കുന്നുണ്ട്. പ്രൈസ് ഗോഡ്. നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിക. വസിക്കുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. നമ്മിൽ വസിക്കുക. ആമേൻ. ആ വസിക്കുക എന്നുള്ള പദത്തെ കുറിച്ച് കുറെ ഏറെ പറയുവാനുണ്ട്. ആമേൻ. സ്തോത്രം. പക്ഷേ ആമേൻ ഈ സെഷനിൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഓർപ്പിക്കാനുണ്ട്. അതുകൊണ്ട് ആമേൻ ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മാത്രമല്ല ദൈവത്തിന്റെ ആമേൻ അതിന്റെ 9 മുതൽ 8:9 മുതൽ 11 വരെ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ആമേൻ വസിക്കുക. ആമേൻ. ആ വാക്യത്തിന്റെ അർത്ഥം ദൈവം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുമ്പോൾ, ആ ബീയിങ് നമ്മുടെ മേലായിരിക്കുമ്പോൾ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാകണമെന്നല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരത്രേ, യേശുവിൻ നാമത്തിൽ. നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരത്രേ, യേശുവിൻ നാമത്തിൽ. ആമേ. എത്ര പേര് പറയും ആമേ ഞങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്? ഹല്ലേലൂയ. ന്യായപ്രമാണത്തിലുള്ളവൻ അവൻ പെർഫെക്റ്റ് ആകാൻ ശ്രമിക്കുകയാണ്. അവൻ പരാജയപ്പെടുകയാണ്. കാരണം അവനത് കഴിയത്തില്ല. എന്നാൽ പുതിയ നിയമത്തിലുള്ള ഒരു വ്യക്തി ആത്മാവിന്റെ പ്രമാണത്തിലായതുകൊണ്ട് ആമേൻ യേശുക്രിസ്തു അവന് വേണ്ടി ചെയ്ത പെർഫെക്ഷൻ, യേശുക്രിസ്തു അവന് വേണ്ടി ചെയ്ത പൂർത്തീകരിച്ച, യേശുക്രിസ്തു അവന് വേണ്ടി ആമേൻ ചെയ്ത ആ പ്രവൃത്തിയുടെ ഫലം അവനിൽ വെളിപ്പെടുകയാണ്. ഒന്നുകൂടി പറഞ്ഞാൽ ആമേൻ ന്യായപ്രമാണത്തിലുള്ളവർ പ്രവൃത്തിയാൽ ചെയ്തു ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. ആമേൻ. കൽപ്പനകൾ ലഭിച്ചത് കൊണ്ട്. എന്നാൽ നാം അങ്ങനെയല്ല. നാം സ്വഭാവത്താൽ അത് ചെയ്യുന്നു. കാരണം ദൈവത്തിന്റെ മക്കളാണ്. നാം സ്വഭാവത്താൽ അത് ചെയ്യുന്നു. പരിശുദ്ധാത്മാവിന്റെ മേൽ വരുമ്പോൾ ഞാൻ മറ്റൊരു കൽപ്പനയാലല്ല നല്ലത് ചെയ്യുന്നത്, മറിച്ച് എൻ്റെ സ്വഭാവം, എൻ്റെ നേച്ചർ അതാണ്, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ആമേൻ. അപ്പം ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഓരോന്നും നാം ചെയ്യുന്നത് നമ്മുടെ സ്വഭാവത്താലാണ്. ഇതിനെക്കുറിച്ചാണ് പുതിയ നിയമ ഉടമ്പടിയിൽ ദൈവത്തിന്റെ വചനം എഴുതി വച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ ന്യായപ്രമാണം അവരെ ഉള്ളിലാക്കും, അവരെ ഹൃദയത്തിൽ എഴുതും. അതിന്റെ അർത്ഥം അത് അവരുടെ സ്വഭാവമാകും, അവരുടെ ബീയിങ് ആകും. പുറത്തുനിന്ന് ഒരുത്തന് ഉപദേശിക്കണ്ട, നീ ഇന്നത് ചെയ്യണം എന്ന് ഉപദേശിക്കണ്ട, മറിച്ച് അവരത് സ്വഭാവത്താൽ ചെയ്യും. ഇതാണ് പുതിയ നിയമ വിശ്വാസിയുടെ പ്രിവിലേജ്. ഹല്ലേലൂയ. പഴയ നിയമത്തിലുള്ളവൻ ആമേൻ അവൻ ചെയ്യുവാൻ ശ്രമിച്ച് പരാജയപ്പെട്ടത്, പുതിയ നിയമത്തിലുള്ളവൻ ഞങ്ങളുടെ സ്വഭാവത്താൽ ചെയ്യും, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പൊ ആ സ്വഭാവമാണ്
ആമേൻ, പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നതിന്റെ ആമേൻ റിഫ്ലക്ഷൻ. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. അപ്പൊ ആത്മാവ് എന്നിൽ വസിക്കുമ്പോൾ എന്നിൽ കർത്താവിന് എൻ്റെ അപ്പന്റെ സ്വഭാവം വെളിപ്പെട്ട് വരിക. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതിന് 9-ാം വാക്യം നമ്മൾ വായിച്ചു, നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളുക, ഹല്ലേലൂയ, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരാണ്. നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാ അല്ലാതെ ആത്മസ്വഭാവമുള്ളവരാകണമെന്നല്ല, നിങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. എന്നെ കേൾക്കുന്ന നിങ്ങൾ എത്ര പേർ ഒന്ന് വിളിച്ചു പറ, ഞങ്ങൾ ആത്മസ്വഭാവമുള്ളവരാണ്. ഹല്ലേലൂയ, യേശുവിൻ നാമത്തിൽ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പൊ ഇനിയും സ്തോത്രം, അവിടെ ദൈവത്തിന്റെ തിരുവചനം പറയുന്നു ആമേൻ, നാം ആത്മസ്വഭാവമുള്ളവരാണ്. അതിന്റെ 10-ാം വാക്യം ഇനി വളരെ ശ്രദ്ധിക്കുക, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലും. വളരെ മനോഹരമായ വാക്യം കണ്ടോ, പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കുന്നെങ്കിൽ ഉയർപ്പിക്കപ്പെട്ട യേശു എൻ്റെ മേൽ വസിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ ഉണ്ടെങ്കിൽ ഉയർപ്പിക്കപ്പെട്ട യേശു എൻ്റെ മേൽ വസിക്കുന്നു. എങ്ങനെയാ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത്? പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്തിനാണ് നമ്മുടെ മേൽ വന്നത്? പല കാരണങ്ങളിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയുള്ള സകല പെനാൽറ്റിയും കൊടുത്തു തീർത്തിട്ട്, എൻ്റെ റാൻസം കൊടുത്തു തീർത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി എനിക്ക് വേണ്ടി ഒന്നും കൊടുത്തു തീർക്കുവാനില്ലാതെ ദൈവസന്നിധാനത്തിൽ ഞാൻ എന്നേക്കുമായി നീതീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. സദാകാലത്തേക്കുമുള്ള വിശുദ്ധീകരണം തമ്പുരാൻ വരുത്തി. ഇനി പാപത്തിന്റെ കടം എനിക്കില്ല. അകൃത്യം എന്നോട് ചോദിക്കത്തില്ല. ആ നിലകളിൽ ഒരു വലിയ വിശുദ്ധീകരണം എനിക്ക് വെളിപ്പെട്ടു. എന്നിട്ട് എനിക്ക് വേണ്ടി ചെയ്ത നിയമരക്തവുമായിട്ട്, എനിക്ക് വേണ്ടി എൻ്റെ പാപപരിഹാരത്തിനായി ചെയ്ത നിയമരക്തവുമായിട്ട് യേശു ക്രിസ്തു ഉയരത്തിലേക്ക് പോയി. ഇവിടെ സ്വർഗീയ കൂടാരങ്ങളിലേക്ക്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഹെബ്രായലേഖനം പറയുന്നത് സ്തോത്ര, കാളകളുടെയും ആട്ടുകൊറ്റന്മാരെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ വലിപ്പവും തികവുമുള്ള കൂടാരത്തിലേക്ക് യേശു ക്രിസ്തു ഒരിക്കലായി പ്രവേശിച്ചു, എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശു ക്രിസ്തു എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. അത് സ്വർഗത്തിൽ നടന്ന കാര്യമാണ്. ഈ സ്വർഗത്തിൽ ഈ വീണ്ടെടുപ്പ് നടന്ന സമയത്ത് ആമേൻ, സ്തോത്രം, എൻ്റെ വീണ്ടെടുപ്പ് നടന്ന സമയത്ത് എനിക്ക് വേണ്ടിയുള്ള പാപപരിഹാരത്തെ അഥവാ യേശു കർത്താവിന്റെ ഊനമില്ലാത്ത നിയമരക്തത്തെ സ്വർഗം അംഗീകരിച്ചപ്പോൾ, പിതാവ് അംഗീകരിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ അംഗീകരിക്കപ്പെട്ട ആ വിളംബരവുമായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വന്നിറങ്ങി. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. യേശുവിൻ നാമത്തിൽ. നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ, നിങ്ങളുടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, നിങ്ങൾ ഓർക്ക്, യേശു ക്രിസ്തു നിവൃത്തിയാക്കിയ പാപപരിഹാര ബലി, യേശു ക്രിസ്തു നിവൃത്തിയാക്കിയ കൊടുത്തു തീർത്ത അവസാന പെനി വരെ കൊടുത്തു തീർത്ത, ദൈവത്തിന്റെ നീതിക്ക് വേണ്ടി കൊടുത്തു തീർത്ത സകല വിധത്തിലുള്ള പിഴകളുടെ ആ പിഴകൾ തീർത്ത് സ്തോത്രം, ഞാൻ നീതിമാനാണെന്നുള്ള സർട്ടിഫൈഡ് ചെയ്തിട്ട്, പ്രൈസ് ഗോഡ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ സന്ദേശവുമായിട്ട് എന്നിൽ വന്നിട്ട് എന്നോട് പറയുന്നു, നീ ഇനി ആദത്തിന്റെ സന്തതിയല്ല, നീ ഇനി ദൈവത്തിന്റെ സന്തതിയാണ്. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഒന്നുകൂടി പറഞ്ഞ, ക്രിസ്തു എന്നിലുണ്ട്, യേശു ക്രിസ്തു എന്നിലുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ഓർക്കുക, ഉയർപ്പിക്കപ്പെട്ട യേശു ക്രിസ്തു സ്വർഗത്തിൽ തൻ്റെ മനുഷ്യ ശരീരത്തോടെ ഇരിക്കുമ്പോഴും ആത്മാവിൽ കർത്താവിൻ്റെ കൂടെയുണ്ട്. യേശു ക്രിസ്തു എൻ്റെ കൂടെ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനല്ല. അതുകൊണ്ട് 8:9 പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെന്ന് വരികിൽ ഓർക്കുക, ശരീരം പാപനിമിത്തം മരിച്ചതാകുന്നു, എങ്കിൽ ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഹല്ലേലൂയ. എന്നെ ജീവിപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ എന്നെ ജീവിപ്പിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ജീവൻ വെളിപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുകയാണ്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആമേൻ. ഇനി അതിന്റെ 13-ാമത്തെ വാക്യം നിങ്ങൾ കണ്ടോ? 8:13. സ്തോത്രം. ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ സ്തോത്രം, നിങ്ങൾ ക്രിസ്തുവിൽ അല്ലെങ്കിൽ മരിക്കും നിശ്ചയം. ആമേൻ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നെങ്കിൽ മരിക്കും നിശ്ചയം. എന്നാൽ സ്തോത്രം, ആമേൻ, ആത്മാവിനാൽ
ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമുക്കൊരു പുതിയ മാർഗം തരിക. ആമേൻ. നമ്മുടെ തീരുമാനങ്ങൾക്ക് ഒരിക്കലും പാപത്തെ ജയിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. നമ്മുടെ ശ്രമങ്ങൾക്ക് ഒരിക്കലും കഴിയത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് കഴിയും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളുടെ ടൂണുകൾ വ്യത്യാസപ്പെടുത്താം. സ്തോത്രം. നാം കർത്താവിൽ ആരാണെന്ന് തിരിച്ചറിയാം. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഒരു വിഷയം കൂടി പറഞ്ഞ് ഈ സെഷൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. നാം കർത്താവിൽ ആരാണെന്നുള്ളത് വ്യക്തമായി നമ്മൾ തിരിച്ചറിഞ്ഞ, ഇതാണ് എഫെസ്യ ലേഖനം 1:17 പൗലോസ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണം ദൈവം. സ്തോത്രം. നിങ്ങൾ ആരാന്ന് തിരിച്ചറിഞ്ഞ, പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അവൻ നിങ്ങളിൽ, അവൻ വിശുദ്ധന്മാരിൽ ദൈവം ക്രിസ്തുവിന്റെ അവകാശത്തിന്റെ മഹിമാധനം എന്ന് പറഞ്ഞ പുത്രൻ എന്നുള്ള നിലയിൽ യേശു കർത്താവിനുള്ള സകല അവകാശത്തിന്റെ മഹിമാധനം നമ്മിൽ വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ക്രിസ്തുവിലായിരുന്നു, അത് നമ്മിൽ വെച്ചിരിക്കും. അത്രത്തോളം വിലപ്പെട്ട വിളിയാ നമ്മുടേത്. പുത്രന്മാരാണ്. നമ്മളെ ദത്തെടുത്തത് അങ്ങനെയാണ്, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മളെ ദത്തെടുത്തു എന്ന് പറഞ്ഞാൽ ഓർത്തോണം. ആമേൻ. അവൻ ദത്തെടുത്താൽ ഒരിക്കലും അവനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ല, യേശുവിൻ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങൾ ആരെങ്കിലും ഒരാളെ ദത്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓർത്തോണം, നിങ്ങൾക്കൊരിക്കലും ആ വ്യക്തിയെ ഇനി ഉപേക്ഷിക്കാൻ കഴിയത്തില്ല. കാരണം ദത്തെടുപ്പിന്റെ നിയമം അങ്ങനെ. ഹല്ലേലൂയ. സ്വർഗീയ കുടുംബത്തിലേക്ക് എന്നെ ദത്തെടുത്തിരിക്കുന്നു. ഞാൻ ആത്മാവിൽ നടക്കുന്നവനാണ്. ആമേ. ഞാൻ ക്രിസ്തുവിന്റെ ജയത്തിൽ ഘോഷിക്കുന്നവനാണ്. ആമേ. നിങ്ങൾ സന്തോഷത്തോടെ എത്ര ദൈവത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ തിരുവചന ശുശ്രൂഷകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദയവായി നിങ്ങളുടെ ചിന്താഗതികളിലേക്ക്, നിങ്ങളുടെ നിരൂപണങ്ങളിലേക്ക്, നിങ്ങളുടെ മനോഭാവങ്ങളിലേക്ക് ആമേൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുക. പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കിടയാക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ്